പാറൂസ് പാൻട്രിയിൽ ഇന്നൊരു നാടൻ അവിയൽ റെസിപ്പിയാണ് കേട്ടോ. അതായത് സദ്യ അവിയലാണ് നമ്മളിന്ന് വെക്കുന്നത്. സാധാരണ നമ്മൾ അവിയൽ വെക്കാറുണ്ട് വീട്ടിൽ. അതായത് നമ്മൾ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പച്ചക്കറിയും ഒക്കെ വെച്ചിട്ട് നമ്മൾ പെട്ടെന്നൊക്കെ അവിയൽ വെക്കാറുണ്ട്. പക്ഷേ സദ്യ അവിയൽ വെക്കുമ്പോൾ നമ്മളെപ്പോഴും അതിൻ്റെ പച്ചക്കറികൾ, അതായത് പച്ചക്കറി സെലക്ട് ചെയ്യുന്നതിനകത്തും രുചിയുടെ കാര്യത്തിലൊക്കെ നമ്മൾ കുറച്ചുകൂടെ ശ്രദ്ധ കൊടുക്കും അല്ലേ. നമുക്ക് നോക്കാം ഈ സദ്യ അവിയൽ എങ്ങനെയാണ് വെക്കുന്നതെന്ന്. വെൽക്കം ടു പാറൂസ് പാൻട്രി. ഈ അവിയലിന് വേണ്ടിയിട്ട് ഏതൊക്കെ പച്ചക്കറികളാണ് ഞാൻ എടുത്തതെന്ന് ഒന്ന് പറയാം കേട്ടോ. അതായത് ചേന എടുത്തിട്ടുണ്ട്. അവിയലിന് മെയിനായിട്ടുള്ളതാണ് ചേന, പിന്നെ ഒരു ചെറിയ കഷ്ണം പടവലങ്ങ, പിന്നെ മുരിങ്ങക്കോല്, പിന്നെ ഒരു 3-4 നമ്മുടെ കോവയ്ക്ക, പിന്നെ വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഈ അച്ചിങ്ങപ്പയറില്ലേ, അച്ചിങ്ങപ്പയർ ഞാൻ ഒരെണ്ണം എടുത്തിട്ടുള്ളത്, നല്ല നീളമുള്ളതാണ്, അതെടുത്തിട്ടുണ്ട്. ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ചെറിയൊരു ക്യാരറ്റ്. പിന്നെ അതായത് വഴുതനങ്ങ, വെള്ള വഴുതനങ്ങയാണ്. പിന്നെ ഒരു നാടൻ കായ. പിന്നെ ഇതെന്ന് പറയുന്നത് ബോട്ടിൽ ഗാർഡ്, എന്താ പറയുക നിങ്ങൾ, ചൊരക്കിയെന്നോ അങ്ങനെയല്ലേ പറയുന്നത്. പിന്നെ ഒരു പൊട്ടറ്റോ. ഇത്രയും എടുത്തിട്ടുണ്ട്. ഈ അവിയലിൽ നമുക്ക് സദ്യ അവിയൽ പ്രധാനമായിട്ടും വെക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഒഴിവാക്കേണ്ടാത്തതെന്ന് ഞാൻ പറയാം. അതായത് ചേന വേണം, നമുക്ക് കായ വേണം, മുരിങ്ങക്കോല് വേണം, പടവലങ്ങ, വെള്ളരിക്ക, ഇതൊക്കെ നമ്മൾ അത്യാവശ്യം ഇടാൻ തന്നെ നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഇത് ഓപ്ഷനായിട്ട് വരുന്നത് വേണമെങ്കിൽ പൊട്ടറ്റോയും ഈ ബോട്ടിൽ ഗാർഡും ഒരു ഓപ്ഷനാണ്. കാരണം വേറെ പച്ചക്കറികളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അതുകൂടെയൊക്കെ ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇത് രണ്ടും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും പച്ചക്കറികളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ പച്ചമുളകുണ്ട്, പിന്നെ ചെറുള്ളി എടുക്കുന്നുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൂടെ. പിന്നെ ഞാൻ ഈ അവിയൽ വെക്കുന്നത് മുളക് പൊടി ഇട്ടിട്ടാണ് വെക്കുന്നത് കേട്ടോ. അതായത് ഈ അവിയലിൽ നിങ്ങൾ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഈ അവിയലിനൊരു ചെറിയൊരു ഗോൾഡൻ യെല്ലോ കളറാണ്. മുളക് പൊടിയൊക്കെ ഇട്ട്, അതായത് ഒരു മധ്യ തിരുവിതാംകൂർ സ്റ്റൈലിലാണ് ഞാൻ വെക്കുന്നത്. നമ്മൾ തെക്കോട്ടൊക്കെ വരുന്തോറും അവിയൽ നല്ല യെല്ലോ കളറായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഈ പച്ചക്കറികളൊക്കെ നല്ല ഭംഗിയായിട്ട് അരിയണം. അതായത് പറ്റുമെങ്കിൽ ഒരേ വലുപ്പത്തിൽ നല്ല നീളത്തിൽ അരിഞ്ഞെടുക്കണം. എന്നിട്ട് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് അവിയൽ വെക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിതൊന്ന് അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കട്ടെ. അപ്പോൾ അവിയൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ അവിയലിൽ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സദ്യ അവിയലൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ പാത്രത്തിലേക്ക് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ നോക്കണം. കാരണം നമ്മൾ സദ്യക്കും കല്യാണ സദ്യക്കൊക്കെ വെക്കുന്നതോ അല്ലാതെ ഏത് വിശേഷ അവസരങ്ങളിലൊക്കെ വെക്കുന്ന അവിയലിൽ കോക്കനട്ട് ഓയിൽ ചേർക്കാൻ പാടുള്ളൂ. പച്ചക്കറിയൊക്കെ ഞാൻ എല്ലാം അരിഞ്ഞിട്ടുണ്ട്. മാക്സിമം ഒരേ സൈസിലാണ് ഞാൻ എല്ലാം അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല വൃത്തിയായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇടുന്നത് നമ്മുടെ ചേനയാണ്. അതായത് വേവിനനുസരിച്ചാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പം വേവാൻ താമസമുള്ളതൊക്കെ ആദ്യം ഇട്ട് കൊടുക്കും. ചേന ഇട്ടു, കറിക്കായ അരിഞ്ഞത് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ അടുത്തത് ക്യാരറ്റ് ഇട്ട് കൊടുത്തു. പിന്നെ അച്ചിങ്ങപ്പയർ നീളത്തിലരിഞ്ഞത്, ഇത് പിന്നെ പൊട്ടറ്റോ, പിന്നെ നമ്മുടെ മുരിങ്ങക്കോല് ഒന്ന് നടുവേ കീറിയിട്ടുണ്ട്, അത് കോവയ്ക്ക, ഇത് നമ്മുടെ ചൊരയ്ക്ക, ബോട്ടിൽ ഗാർഡ്, വെള്ളരിക്ക, പടവലങ്ങ, പിന്നെ ലാസ്റ്റ് വഴുതനങ്ങ. അപ്പം ഇത്രയും സാധനങ്ങൾ. പിന്നെ ഇതുപോലെ ഞാൻ ഒരു പച്ചമുളക് ഒന്ന് കീറിയിട്ടിട്ടുണ്ട്. പിന്നെ 3 പച്ചമുളക് എടുത്തിട്ട്, എരിവുള്ള പച്ചമുളകാണ്, അത് നല്ല ചതച്ചാണ് ഇട്ടേക്കുന്നത്. അപ്പം എരിവും ഒക്കെ കറക്റ്റായിട്ട് എല്ലാ വെജിറ്റബിൾസിലും എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചതച്ചിടുന്നത് കേട്ടോ. ഇനി പൊടികൾ ചേർക്കാം. ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നിങ്ങൾ മുളക് പൊടി ചേർക്കാൻ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കേണ്ട കേട്ടോ. അപ്പം ഞാൻ പറയുന്നത് തെക്കോട്ടൊക്കെ പോകുന്തോറും മുളക് പൊടി ചേർക്കാത്ത അവിയലാണ്. അപ്പോൾ നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അത് ചേർത്ത് കൊടുക്കണ്ട, ബാക്കി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിനകത്ത് നമുക്കിനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇപ്പം ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ പിന്നെ ലാസ്റ്റ് നോക്കിയിട്ട് പുളിയൊക്കെ ചേർത്തിട്ട് ബാക്കി ചേർത്ത് കൊടുക്കുക. ഇപ്പം എന്തായാലും ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരുപാട് അങ്ങ് ഇളക്കണ്ട, കാരണം നമ്മളൊരു വേവിനനുസരിച്ചാണ് പച്ചക്കറി ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം ജസ്റ്റ് ഒന്ന് ഇളക്കി ആ ഉപ്പും മുളകൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കിട്ടത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കുക.
പിന്നെ പെട്ടെന്ന് വേവുന്നതും വേവുമ്പോൾ വെള്ളം ഇറങ്ങുന്നതുമായ പച്ചക്കറിയൊക്കെയാണ് നമ്മൾ മേളിലിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം അത് വേവുമ്പോഴത്തേക്ക് അതിൻ്റെ വെള്ളം ഇറങ്ങി താഴെയുള്ള വേവുള്ള പച്ചക്കറിയൊക്കെ പെട്ടെന്ന് തന്നെ വേവും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് പ്രത്യേകിച്ച് വെള്ളം ചേർക്കാഞ്ഞത്. പിന്നെ ഞാനതൊരു ഇത്തിരി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതിനി ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കണം. പിന്നൊരു കാര്യമുള്ളത്, നമ്മളിങ്ങനെ വെള്ളം ചേർക്കാതെ എടുക്കുന്ന ഈ അവിയൽ വേവാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. കാരണം നമ്മുടെ മുരിങ്ങക്കോലും ചേനയും ഒക്കെ വേവുന്നതിനനുസരിച്ച്, ചേനയൊക്കെ ചിലപ്പം ചേന പെട്ടെന്ന് വേവും, ചിലതിന് കുറച്ച് സമയം എടുക്കും. അപ്പോൾ അതിനനുസരിച്ചാണ് ഇതിൻ്റെ വേവ്. അപ്പോൾ നമ്മൾ എത്രയാണോ വേവേണ്ടതെന്ന് വെച്ചാൽ അത്രയും സമയം ഇത് വെച്ച് വേവിക്കണം കേട്ടോ. അപ്പം ഞാനിവിടെ ഇത് അടച്ചു വെക്കുന്നത് ഒരു വാഴയില വെച്ചിട്ടാണ് കേട്ടോ. അപ്പം ഈ ഓണ സമയത്തൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ സദ്യ സമയത്തൊക്കെ നമുക്ക് എന്തായാലും വാഴയില കിട്ടും. പുറത്തൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഓണ സമയത്തൊക്കെ വാഴയില അവൈലബിൾ ആണ്. അപ്പം ഓണസദ്യയൊക്കെ വെക്കുമ്പോഴേ നമുക്ക് എന്തായാലും കിട്ടും. അപ്പോൾ ഇതുപോലൊരു തൂശനില വെച്ചിട്ട് ഞാനതൊന്ന് അടച്ചിട്ട് അതിൻ്റെ മേളിലാണ് ഈ പാത്രത്തിൻ്റെ ശരിക്കും അടപ്പ് വെച്ചേക്കുന്നത്. അപ്പോൾ ഈ ഇല ഇങ്ങനെ വാടുന്ന സമയത്തൊക്കെ ഒരു നല്ല മണം ഉണ്ടല്ലോ. അപ്പോൾ ആ മണമൊക്കെ നമ്മുടെ പച്ചക്കറിയിൽ കിട്ടി ഈ അവിയലിന് നല്ലൊരു മണവും രുചിയൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ഒരു വാഴയില വെച്ചിട്ട് ഞാനൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് നേരം വേവിക്കണം. കാരണം വെള്ളം ഒഴിച്ച് വേവുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് വേവും. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു താമസം നമുക്ക് ഇങ്ങനെ വെള്ളം ഒഴിക്കാത്ത അവിയലിന് വരാറുണ്ട്. പിന്നെ നമ്മൾക്ക് നമ്മുടെ വെള്ളരിക്കയിൽ നിന്നും പിന്നെ പടവലങ്ങയിൽ നിന്നും വഴുതനങ്ങയിൽ നിന്നും ഒക്കെ വെള്ളം ഇറങ്ങി പച്ചക്കറി വേവാനുള്ള വെള്ളം കിട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇനി ഇതിവിടെ നിന്നൊന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള അരപ്പ് റെഡിയാക്കാം. അപ്പോൾ അരപ്പിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് എടുക്കുന്നുണ്ട്. ഞാൻ മിക്സി എടുക്കുന്നില്ല ഇതിനകത്ത്. ഞാനിവിടെ ഒരു 2 പിടി തേങ്ങയാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ തേങ്ങ കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 2 പിടി തേങ്ങ എടുക്കുന്നുണ്ട്. നമ്മുടെ പച്ചക്കറിയുടെ അളവിന് നിങ്ങൾക്ക് തേങ്ങ എടുക്കാം. എന്നിട്ട് തേങ്ങയ്ക്കകത്തോടെ ഞാനൊരു ലേശം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഒരു നുള്ളു ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചേർത്ത് കൊടുത്തിട്ട് ഇനി ഞാനത് ചേർക്കുന്നത് ഞാനൊരു 4 ചെറുള്ളി ഒന്ന് ചതച്ച് വെച്ചേക്കുന്നതാണേ. ഒന്നുകൂടെ നമ്മുടെ ഇടിക്കുന്ന സാധനത്തിനല്ലേ അതിനകത്തിട്ടൊന്ന് ചതച്ച് വെച്ചാണ്. എന്നിട്ട് അതിനകത്ത് ഞാൻ ഒരു ടീസ്പൂൺ ജീരകം കൂടെ ചതച്ചത് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഈ ഉപ്പും ചെറുള്ളിയും ജീരകവും കൂടെ നന്നായിട്ട് കൈ വെച്ചിട്ടാണ് ഞാൻ ഉടയ്ക്കുന്നത്. കാരണം എൻ്റെ ഈ തേങ്ങാപ്പീരയ്ക്ക് അധികം വലിപ്പമില്ലെന്ന് വെച്ചാൽ ഞാനിവിടെ ചിരകി എടുത്താണ്, ചെറുതായിട്ട് വലിപ്പമില്ലാതെ ചിരകി എടുത്താണ്. അപ്പം അതെനിക്ക് നമുക്ക് കൈകൊണ്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. കാരണം അവിയലിന് ഒരുപാട് അരച്ച് തേങ്ങ ചേർക്കുന്നത് കൊള്ളൂല. അതല്ല, നിങ്ങൾക്ക് ഈ കടയിൽ നിന്നൊക്കെ ബോക്സിൽ വാങ്ങിക്കുന്ന തേങ്ങയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിലൊക്കെ വലിപ്പക്കുള്ളായിരിക്കും പീരയ്ക്ക്. അപ്പോൾ അങ്ങനെയുള്ളതാണെങ്കിൽ നമുക്ക് മിക്സിയിൽ നിന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് ചതച്ചെടുക്കുകയാണ്. അപ്പം പഴയ ആൾക്കാരൊക്കെ പറയുന്നത് ഇങ്ങനെ കൈകൊണ്ട് ഞെവടിയെടുക്കുന്ന പീരയ്ക്ക് ടേസ്റ്റ് കൂടുതലെന്നാണ്. അപ്പം ഞാനിങ്ങനെ ഒന്ന് ഞെവടിയെടുത്ത് നമുക്ക് അവിയലിലോട്ട് ചേർക്കാൻ വേണ്ടി എടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ അവിയലിൻ്റെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവിയൽ എന്തായെന്ന് നോക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, എന്നാലേ അത് എല്ലാ പച്ചക്കറിയും ഒരുപോലെ വെന്ത് വരത്തുള്ളൂ. നമുക്ക് ഒന്ന് ഇളക്കി വെക്കാം. ഒന്നും ആയിട്ടില്ല, കാരണം ഇല നന്നായി വാടുമ്പോഴത്തേക്ക് അവിയൽ വെന്തിട്ടുണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി വെക്കുന്നതേ ഉള്ളൂ, കാരണം പച്ചക്കറിയൊക്കെ എല്ലാം ഒരുപോലെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കാം. ഇനി നമുക്കിത് അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടൊന്ന് നോക്കാം. ഏകദേശം ഒരു 1/4 പരുവാകുമ്പം നമുക്ക് ഇനി തേങ്ങയും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇല നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇത് കണ്ട് പച്ചക്കറിയൊക്കെ ഒന്ന് അമങ്ങി അതിൻ്റെ മറ്റേ നിറഞ്ഞിരിക്കുകയല്ലായിരുന്നു, ഇപ്പം ഒന്ന് അമങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് വെന്തിട്ടുണ്ട്. ഒരു 1/4 പരുവായിട്ടുണ്ട്. അപ്പോൾ ഒരു 1/4 പരുവാകുമ്പോഴാണ് നമുക്കിതിന് പീര ചേർത്ത് കൊടുക്കേണ്ടത്. തേങ്ങ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം പച്ചക്കറി വെന്തോന്ന്. കാരണം കായും ചേനയൊക്കെ അല്ലേ, കിഴങ്ങൊക്കെ അല്ലേ വേവൻ സമയം എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വേവ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് മനസ്സിലാകും, കിഴങ്ങ് വെന്തിട്ടുണ്ട്, ഇത് കായാണെങ്കിലും ഇതാ വെന്തിട്ടുണ്ട്, 1/4 പരുവത്തിന് വെന്തിട്ടുണ്ട്. അപ്പം ഇതൊരു 1/4 പരുവം ആയിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് പീര ചേർത്ത് കൊടുക്കണം, പുളി ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് വേവിക്കണം. അപ്പം ഒന്ന് മിക്സ് ചെയ്തു. എന്നിട്ട് നമുക്കിതിനകത്തോട്ട് പീര ചേർത്ത് കൊടുക്കാം, നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ഞാനിങ്ങനെ മുകളിൽ സ്പ്രെഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് പിന്നെ വേവുമ്പോൾ ഈ താഴെ നിന്നുള്ള ആവി അടിച്ചിട്ട് ഈ തേങ്ങാപ്പീര അങ്ങ് വെന്തോളും. അത്രയ്ക്കുള്ള ഒരു ചൂട് മതി ഈ നമ്മുടെ അരപ്പ് വേവാനായിട്ട്. അപ്പം ഞാനിത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ടോപ്പിൽ ഒന്ന് തവി വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ലതായിട്ട് അമങ്ങിയിരുന്ന് ആവിയിലങ്ങ് വെന്തോളും.
ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊരു 5 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്യാം. ഈ തേങ്ങാപ്പീരി ഒന്ന് വേവട്ടെ. എന്നിട്ട് വേണം നമുക്ക് ഇതിനകത്തോട്ട് പുളി ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഞാൻ കുറച്ച് നേരം കൂടെ ഒരു 5 മിനിറ്റ് കൂടെ അടച്ചു വെക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം തേങ്ങാപ്പീര എന്തായാലും വെന്തിട്ടുണ്ടായിരിക്കും. ഇലയൊക്കെ ഉണ്ടോ, ഇലയൊക്കെ നന്നായിട്ട് വാടി, അതായത് നമ്മുടെ പച്ചക്കറിയൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇനിയാണ് നമ്മൾ ഇതിനകത്തോട്ട് പുളി ഒഴിക്കുന്നത്. പുളി ഒഴിച്ചിട്ട്, കാരണം ഈ സമയത്ത് പുളി ചേർക്കുന്നത് വെച്ചാൽ ഇത് പുളി ചേർത്തിട്ട് നമ്മളൊരു 5 മിനിറ്റ് വെക്കുന്നുണ്ട്. കാരണം പച്ചക്കറിയിലും തേങ്ങയിലും എല്ലാം നമുക്ക് അതിൻ്റെ പുളി കറക്റ്റായിട്ട് കിട്ടണം. അപ്പം പുളി നിങ്ങൾക്ക് ഇഷ്ടം ഉള്ള പുളി ചേർക്കാം. ഞാനിവിടെ വാളംപുളിയാണ് ചേർക്കുന്നത്. തൈരാണെങ്കിൽ നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് പച്ചക്കറിയെല്ലാം വെന്തിട്ട് ലാസ്റ്റ് ചേർത്താൽ മതി. അതല്ല മാങ്ങയാണെങ്കിൽ നമ്മൾ ആദ്യം ഇട്ട് തന്നെ കുക്ക് ചെയ്യും. അപ്പം ഞാനിവിടെ വാളംപുളി പിഴിഞ്ഞതാണ് ഒഴിച്ചിട്ട് എന്നിട്ട് നമ്മൾ ഇളക്കി വെച്ചിട്ട് ഇതും ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം തൈരാണെങ്കിൽ ഇപ്പോൾ ചേർക്കത്തില്ല, ലാസ്റ്റേ ചേർക്കത്തുള്ളൂ. ലാസ്റ്റ് ചേർത്ത് ഇളക്കി വെച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പുളി ആയതുകൊണ്ട് ഞാൻ ഏകദേശം ഇതുപോലെ പീരയൊക്കെ ഇട്ട് വെന്തതിന് ശേഷമാണ് പുളി ചേർത്തത്. അപ്പോൾ ഇനി പുളി ചേർത്തതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കാരണം എന്തായാലും കുറച്ച് ഉപ്പ് വേണ്ടി വരും പുളി ചേർത്തുകൊണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് ഇളക്കി നമുക്ക് ഇതൊന്ന് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഒന്നുകൂടെ അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്യാം കേട്ടോ. ഒരു 5 മിനിറ്റ് മതി. അപ്പോഴത്തേക്ക് പുളിയൊക്കെ നന്നായിട്ട് പിടിച്ച് പച്ചക്കറി ബാക്കിയൂടെ വെന്തിട്ടുണ്ടാവും. ഓക്കെ, അതായത് ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതായത് പച്ചക്കറിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ പച്ചക്കറി കുക്ക് ചെയ്യുന്നില്ല. ഇനിയിപ്പം ഞാൻ ഫൈനലായിട്ട് ഇതിനകത്തോട്ട് ഒരു നല്ല ഫ്രഷ് കറി ലീഫ് കൂടെ ചേർത്ത് കൊടുത്ത് മെയിൻ കാര്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയാണ് ഈ അവിയലിന് ഏറ്റവും ടേസ്റ്റ് നൽകുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മൊത്തത്തിൽ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ ഈ അവിയലിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിയലിന് വെളിച്ചെണ്ണയോടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ വേവിക്കുന്ന അവിയൽ, അതായത് നമ്മളിങ്ങനെ വെള്ളം ഒഴിക്കാതെ വേവിക്കുന്ന അവിയലിൻ്റെ പ്രത്യേകതയുണ്ട്. ഇത് ഒരുപാട് കുഴഞ്ഞു പോയി പച്ചക്കറികളൊന്നും നമ്മുടെ പച്ചക്കറിയെല്ലാം അങ്ങ് ഉടഞ്ഞു പോകത്തില്ല. കാരണം ഇത് ഓരോ പച്ചക്കറി അതാത് കറക്റ്റ് ടൈം എടുത്താണ് കുക്കാവുന്നത്. അപ്പം നമ്മൾ പെട്ടെന്ന് വെന്ത് പോകുന്ന പച്ചക്കറി ഉണ്ടല്ലോ, അത് മാത്രമേ കുഴഞ്ഞു പോകത്തുള്ളൂ. അപ്പം അവിയലിന് കറക്റ്റായിട്ടുള്ളൊരു ടെക്സ്ചർ കിട്ടും. എന്നാൽ പച്ചക്കറി ഒന്നും ഉടഞ്ഞു പോകത്തുമില്ല, എന്നാൽ അത്യാവശ്യം കുഴഞ്ഞൊരു അവിയലുമാണ്. അതുപോലെ കറക്റ്റായിട്ട് കിട്ടും. നമ്മുടെ ആ ഉടയാത്ത പച്ചക്കറിയൊക്കെ അതുപോലെ തന്നെ, അതായത് നമ്മുടെ ചേനയും പൊട്ടറ്റോയും പിന്നെ മുരിങ്ങക്കോലും ഒന്നും ഉടഞ്ഞു പോകത്തില്ല. നമുക്ക് സദ്യയിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള അവിയൽ നമുക്ക് കിട്ടും. അപ്പം നല്ല ടേസ്റ്റുമാണ് ഇതിങ്ങനെ ചെയ്യും. ഇങ്ങനത്തെ അവിയലിന് ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റും പിന്നെ അരപ്പിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റും ഒക്കെ ആയിട്ട് നല്ലൊരു അവിയലാണ് ഇങ്ങനെ വെക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ അവിയലിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, വെച്ച് നോക്കിയിട്ട് കമൻറ്റ് പറയാം. വീണ്ടും കാണാം പാറൂസ് പാൻട്രിയിൽ മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.